ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡൽഹി എത്തി. ഡൽഹിയിൽ കുറച്ച് കസ്റ്റംസ് ചെക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് നമ്മളൊന്ന് പണിപെട്ടായിരുന്നു. എന്നാലും എങ്ങനെയൊക്കെയോ KSRTC ബസ്സിലൊക്കെ ഓടി കയറുന്നത് പോലെ കയറി നമ്മളിത് ഫൈനലി ഈ ഒരു സീറ്റിലെത്തി. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലോട്ട് വരുന്ന ഫ്ലൈറ്റിൽ കിട്ടിയ ഭക്ഷണം അത്ര സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ ഡൽഹിയിൽ നിന്ന് കഴിക്കാനുള്ള സമയവും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് കാലത്തിന് ശേഷം ഭക്ഷണം കാണുന്നത് പോലെയായിരുന്നു എനിക്ക് ഇവർ ഫുഡ് തന്നു കഴിഞ്ഞപ്പോൾ. ഇതൊരു കോൾഡ് റാപ്പായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ അങ്ങനെ കോൾഡ് സാൻഡ്വിച്ചസ് ഒന്നും അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. അതുകൊണ്ട് കാര്യമായിട്ട് വിശപ്പ് മാറ്റാൻ വേണ്ടിയൊന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും എന്തൊക്കെയോ കഴിച്ചു എന്ന് വരുത്തി. ഇനി നല്ലൊരു സുഖനിദ്രയിലോട്ട് പോകാമെന്നായിരുന്നു പ്ലാൻ. പക്ഷെ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന പുള്ളീനായിട്ട് ഞാൻ സംസാരിച്ച് തുടങ്ങി. അങ്ങനെ നമ്മൾ സംസാരം തുടങ്ങിയപ്പോൾ നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് സംസാരിച്ച് ഞാൻ അവസാനം എൻ്റെ ഫോണിൽ ടൈം നോക്കി കഴിഞ്ഞപ്പോൾ 6:30. അതുവരെ നമ്മളിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇനി കുറച്ച് നേരങ്ങളിൽ നമുക്കൊന്ന് ഉറങ്ങാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ചെറിയൊരു ഉറക്കമായിരുന്നു കേട്ടോ. ഒരു 8:45 ആയപ്പോൾ നമ്മൾ എണീറ്റു. ഫുഡിൻ്റെ പരിപാടികളൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇന്നലെ മൊത്തത്തിൽ നമ്മുടെ ഫുഡ് കുറച്ച് മോശമായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടിയിട്ടുള്ളത് ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ ഒരു പനീർ മസാല ഉണ്ടായിരുന്നു, പിന്നെ അത് ഈ കാണുന്ന വെജീസും ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു, പിന്നെ ആ ഒരു ഓട്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞാൻ 1 മണിക്കൂറും കൂടെ ഏകദേശം ഒന്ന് കണ്ണടച്ച് കിടക്കാമെന്ന് വിചാരിച്ചു. ഉറക്കമൊന്നും വരുന്നില്ല, കാരണം എത്തുന്നതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. കുറച്ചൊക്കെ ഡച്ച് പഠിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഇവർ പറയുന്ന എന്തെങ്കിലും 4 അക്ഷരത്തിൽ 2 അക്ഷരമെങ്കിലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. യാത്ര മൊത്തം എനിക്ക് കുറച്ച് ടയറിങ് ആയിരുന്നെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ രാത്രി ഞാനും എൻ്റെ അടുത്തിരുന്നിരുന്ന പുള്ളിയും കൂടെ നല്ല കുറച്ച് കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്കറിയാത്ത കുറേ ടോപ്പിക്സിനെ പറ്റിയിട്ടായിരുന്നു ഞാൻ കുറച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ സംസാരിക്കുന്നല്ല, കേൾക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺവെർസേഷൻ ഞാൻ എന്നും ഇങ്ങനെ ലൈഫിൽ ഓർക്കുന്ന കുറച്ച് കോൺവെർസേഷൻസിലൊന്നായിരിക്കും കേട്ടോ. കോൺവെർസേഷൻ എന്തായിരുന്നു എന്ന് മാത്രമേ ഓർക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പോലും ചോദിച്ചില്ല എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനത്തെ കോൺവെർസേഷനും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ ഒരു ഡീറ്റെയിൽസും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സംസാരിച്ച ടോപ്പിക്കിനെ പറ്റി മാത്രമായിരുന്നു നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നത്. നമ്മുടെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന 1/2 ആൾക്കാരും വേറെ കൺട്രിയിലോട്ട് പോകുന്നവരാ തോന്നുന്നു കേട്ടോ. വെച്ച് പോകാൻ പറ്റില്ലേ? അപ്പോൾ അതുകൊണ്ട് അതേ നോക്കുക, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാം. അപ്പോൾ നമുക്കിനി ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്ത് കിടക്കാം. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനെല്ലാം വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നല്ല ഓരോന്ന് പറഞ്ഞു തീർക്കാം. ഇമിഗ്രേഷൻ കഴിഞ്ഞു. നാട്ടിലായിരുന്നപ്പോഴേ ഞാൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരാളാണ്, അതായത് ഹൈറ്റുള്ള ഒരാളാണെന്നുള്ള തോന്നൽ വീണ്ടും വന്നിരുന്നു. പക്ഷെ തിരിച്ചിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാനൊരു ചെറിയ ആളായി. ഡച്ച് ആൾക്കാർ ഭയങ്കര ഹൈറ്റുള്ള ആൾക്കാരല്ലേ. അപ്പോൾ വീണ്ടും ഞാനൊരു ചെറിയ ആളായി. ഏത് ഗേറ്റിലാണ് നമ്മുടെ ലഗേജ് വരുന്നത് നോക്കട്ടെ കേട്ടോ. 19-ലാണ് നമ്മുടെ ലഗേജ് വരിക കേട്ടോ. വിഷ്ണുവിനെ എനിക്ക് വിളിക്കാൻ നിവർത്തിയില്ല. ഞാൻ എൻ്റെ സിം കാർഡ് ചെന്നുടനെ ഭദ്രമായി എടുത്തു വെക്കാൻ അമ്മയ്ക്ക് കൊടുത്തായിരുന്നു. ഞാൻ എടുത്തു വെച്ചാൽ പോകുന്ന വിചാരിച്ചിട്ട് അമ്മയ്ക്ക് കൊടുത്തത്. അമ്മ വളരെ സേഫായി എടുത്തു വെച്ചു. അതുകൊണ്ട് വെച്ച സ്ഥലത്ത് തന്നെ എപ്പോഴും ഇരിക്കുന്നുണ്ട്. എവിടെ വെച്ചെന്ന് മറന്നുപോയി. അപ്പോൾ പറഞ്ഞു വന്നത്, വിഷ്ണുവിനെ വിളിക്കാൻ നമുക്കൊരു നിവർത്തിയില്ല. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ടൈമൊക്കെ നോക്കി വിഷ്ണു ഇവിടെ എത്തുമായിരിക്കുന്നേ വിചാരിക്കുന്നു. അല്ലെങ്കിൽ എയർപോർട്ട് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണം. നോക്കട്ടെ. ഞാൻ എയർപോർട്ട് വൈഫൈ കണക്ട് ചെയ്ത് വിഷ്ണുവിനെ വിളിച്ചു കേട്ടോ. വിഷ്ണു ഇറങ്ങിയിട്ട് പോലുമില്ല. വിഷ്ണു വിചാരിച്ചിരിക്കുന്നത് ഞാൻ ലാൻഡ് ചെയ്ത് 9:40 8:40 പക്ഷേ ആ ടിക്കറ്റിൽ 9:40 കേട്ടോ. ശരിയാണ്. അപ്പോൾ ഞാനിപ്പോൾ വിളിച്ച് പറഞ്ഞതുകൊണ്ട് വിഷ്ണു ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ആകെ ഒരു 10-15 മിനിറ്റ് പറയാനില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതുവരെ ഒരു ലഗേജും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ കളക്ട് ചെയ്യുമ്പോഴേക്ക് എത്തുമായിരിക്കും എന്ന് വിചാരിക്കണം. എനിക്ക് ഭയങ്കര എനർജി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ. നല്ല തണുപ്പ് ഉണ്ട് പുറത്ത്. 6 ഡിഗ്രിയാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷെ എന്നാലും ഒരു ഗുഡ് ഫീൽ തന്നെയാണ് തിരിച്ച്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 6 കൊല്ലം വേറൊരു രാജ്യത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെയും കുറച്ചൊക്കെ ഒരു ഹോം ഫീൽ ഉണ്ടാവില്ലേ. അപ്പോൾ തിരിച്ചെത്തിയപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ വിഷ്ണുവിനെ മീറ്റ് ചെയ്തിട്ട് കുറേ ആയില്ലേ. അപ്പോൾ 5 ആഴ്ചയായി. അപ്പോൾ 5 ആഴ്ചയ്ക്ക് ശേഷം വിഷ്ണുവിനെ കാണാൻ പോകുന്നൊരു ചെറിയ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്.
ഇവിടെ കുറച്ച് നേരം നല്ല പോസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സമയമെടുത്തു, നല്ല ഡിലേഡ് ആയിരുന്നു നമ്മുടെ പെട്ടികളും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട്. എന്തായാലും വേറെ പണിയൊന്നുമില്ലല്ലോ, ഞാൻ ഇവിടുന്ന് ഓരോരോ വീഡിയോ ഒക്കെ കണ്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ ലഗേജൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം 3-4 പെട്ടികൾ കളക്ട് ചെയ്യാനുണ്ട്, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കുമെന്ന് വിചാരിക്കണം. നമ്മുടെ ലഗേജൊക്കെ കിട്ടി. ഇവിടെ കണ്ടോ, പെട്ടി പൊട്ടിയുണ്ട്. നല്ലൊരു യാത്രയായിരുന്നു. എനിക്കറിയില്ല ഇനി ഞാൻ ഇതിന് എവിടെയാണ് പോകേണ്ടത് എന്നുള്ളത്. നോക്കി നോക്കട്ടെ, ഇതൊന്ന് തീരുമാനമാക്കാൻ പറ്റുമെന്ന്. കിടില യാത്ര, കിടിലോസ്കി യാത്ര. ഫൈനലി നമ്മുടെ യാത്ര ദേ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ പെട്ടിയുടെ കാര്യം KLMൻ്റെ ഡെസ്കിൽ പോയിട്ട് തീരുമാനമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെനിക്ക് വേറൊരു പെട്ടിയും കാര്യങ്ങളൊക്കെ തരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിഷ്ണുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഓൾറെഡി വിഷ്ണു എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എവിടെയാണെന്നുള്ളത് ഇങ്ങനെ തപ്പി തെരഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ച് കാലത്തിന് ശേഷം മീറ്റ് ചെയ്യല്ലേ, എന്തൊക്കെയോ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഞാനിത് ഉണ്ടാവുമെന്ന് എനിക്കൊട്ടും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. പക്ഷേ രസമുണ്ടായിരുന്നു ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ. നിങ്ങൾ കണ്ടോ വിഷ്ണു മന്ദം മന്ദം നടന്നു വരുന്നത്? കണ്ടുടനെ എന്നോട് ചോദിച്ചതായിരുന്നു, നാട് വിട്ട് വന്നതാണോ ഐഷു? പുതിയതായിട്ട് കാണുന്ന പോലെ വിഷ്ണു വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് വരുന്നുണ്ടോ? നാണൊക്കെ എനിക്ക്. അങ്ങനെ 1 മാസത്തിന് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. എന്നെ മിസ് ചെയ്ത വിഷ്ണു. എനിക്ക് തന്നെ പുതിയതായിട്ട് കണ്ടുകൊണ്ട് തോന്നുന്നു. എന്താ ഇത് കൊള്ളാട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് എടുത്ത ഒരു പുതിയൊരു ഫീലിംഗ് വരുന്നുണ്ട്. അല്ലെങ്കിൽ 2 മണിക്കാറുണ്ട് ഇടയ്ക്ക്. എടാ എനിക്ക് എന്താ മിസ് ചെയ്തത്? ഞാൻ വീഡിയോ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മിസ് ചെയ്തത്. ഭയങ്കര മിസ്സിംഗ്. ഞാൻ കരയാറുണ്ട് രാത്രി. ഞാൻ ഓടിക്കാൻ വണ്ടി കുറേ കാലമായി വണ്ടിയൊക്കെ ഓടിച്ചിട്ട്. ബാക്ക് സീറ്റിൽ മാത്രമേ ഇരുന്നിട്ടുള്ളൂ. എന്താ ബസ്സിൻ്റെ മുകളൊക്കെ പൊളിഞ്ഞു വയ്ക്കണമല്ലോ. എല്ലാ ബസ്സിൻ്റെ മുകളിപ്പോൾ ഇങ്ങനെ വയ്ക്കും ഇവിടെ നെതർലൻഡ്സിൽ 1 മാസം കൊണ്ട്. ഇന്നേ വരെ ബസ് മുകളിൽ കണ്ടിട്ടുള്ള കേട്ടോ. ഫ്ലൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 6 ഡിഗ്രിയാണെന്നാണ് കേട്ടോ. പക്ഷേ നല്ല വെതറായിട്ടാണ് തോന്നുന്നത്. ചെറിയൊരു തണുപ്പുണ്ട്, നല്ല സൂര്യപ്രകാശമൊക്കെ ഉണ്ട്. വന്നൊരു ദിവസം അത്യാവശ്യം വെയിലൊക്കെ ഉള്ളത് നല്ലതാണ്, തിരിച്ച് കാര്യങ്ങളിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. ഫ്ലൈറ്റിലും എയർപോർട്ടിലൊക്കെ ഒരുപാട് കാര്യമുണ്ടായി. ഞാൻ ഫുള്ള് വോയിസ് ഓവർ പ്ലാൻ ചെയ്തിട്ട് മുഴുവൻ എനിക്ക് പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് എൻ്റെ ഈ ഇമോഷനോട് കൂടെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാനാ വണ്ടി ഓടിക്കണം. ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. ഞാൻ ബാക്കിലിടുന്നോ? ഞാൻ ഓടിക്കും. എന്താണ് ഇപ്പോൾ ഓടിച്ചാ? ഞാൻ ടയർഡല്ല. എനിക്ക് അമ്മ വാങ്ങിച്ചെന്നാൽ മെഡിസിൻ കഴിച്ചപ്പോൾ തന്നെ നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ബാക്ക് പെയിൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക്. അപ്പോൾ അതൊന്ന് ഇവിടെ എത്തുമ്പോഴൊക്കെ എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നന്നായി, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നു. വീട്ടിലേക്ക് കുറച്ച് ദൂരമുള്ളൂട്ടോ. കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് എനിക്ക് പറയാനുണ്ട്, ആഗ്രഹം കാരണം പറഞ്ഞോട്ടെ. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു അനുഭൂതിയായിരുന്നു. ആദ്യം മറ്റേ ലഗേജിൻ്റെ ഇഷ്യൂ വന്നത്. ലഗേജ് എനിക്ക് കൊച്ചിയിൽ നിന്ന് വെയിറ്റ് എല്ലാം നോക്കി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എക്സ്ട്രാ ഒരു ബാഗേജിന് ഫുൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് ഓക്കെ പറഞ്ഞ് അയച്ച ബാഗേജ് ആയിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് 2 kg അതിൽ കൂടുതലായിരുന്നു. അവർ എന്നോട് 2 kg കുറയ്ക്കാൻ പറഞ്ഞു. ഞാൻ അവരുടെ അടുത്ത് പറ്റുന്ന അത്രയും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് വിടുമോ എന്നുള്ളത്. എന്നിട്ട് ഞാൻ 2 kgക്ക് വേണ്ടിയിട്ട് എനിക്കിങ്ങനെ ആ ഡ്രസ്സ് എടുത്ത് ഡസ്റ്റ്ബിന്നിലിടുമ്പോൾ ഇങ്ങനെ ഹൃദയമൊക്കെ തകർന്നു പോകാന്ന് പറയുന്നത്. ഇത് കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ആൾക്കാരോ? കാരണം പുതിയ ഡ്രസ്സാണ്, ഒരു തവണ മാത്രമുള്ള ഡ്രസ്സൊക്കെയാണ്. അതെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുള്ളൂ, അല്ലെങ്കിൽ അവിടെ വയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ അത് കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒരു 10-15 മിനിറ്റോളം ഞാൻ അവിടെയൊക്കെ നടന്ന് നോക്കി. എനിക്ക് ആരെയും കാണാൻ പറ്റിയില്ല. എന്നിട്ട് ആ ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ ഡസ്റ്റ്ബിന്നിലോട്ട് ഇടുമ്പോൾ എനിക്ക് ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഡ്രസ്സ്. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഒരു ഇമോഷണലായിരുന്നു ഞാൻ. അപ്പം ഇങ്ങനെ നേരിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം ഡസ്റ്റ്ബിന്നിക്ക് ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലേ, അത് ഭയങ്കര ഒരു വിഷമമായിട്ട് നിന്ന്. തിരിച്ച് ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നെ ഈ ആക്കിയ പുള്ളി, അതായത് ഈ ലഗേജ് കളയാൻ പറഞ്ഞ പുള്ളി വേറെ കൗണ്ടറിൽ എത്തിക്കുന്നു. ഞാൻ വേറൊരു കൗണ്ടറിൽ പോയി കിടന്നപ്പോൾ അയാളുടെ ചൊറി കാണണം. ചില ആൾക്കാരും നമുക്കിങ്ങനെ ചൊറിയൊക്കെ ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്ന അറിയില്ല. ചില ആൾക്കാർക്ക് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും, ചില ആൾക്കാർക്ക് നെഗറ്റീവ് എനർജി കിട്ടും. അയാൾ അവിടുന്ന് വിളിച്ച് പറയാം ഇവിടെയുള്ള ആളുടെ അടുത്ത് ലഗേജ് കൂടുതലായിരുന്നു, കറക്റ്റ് വെയിറ്റ് ആക്കിയിട്ട് വിട്ടാൽ മതി എന്നുള്ളത്. പിന്നെ ഞാനും ഈ ലേഡിയും കൂടെ സംസാരിച്ച് അവസാനം എക്സ്ട്രാ 1 കിലോ കൂടെ ഉണ്ടായിരുന്നു. 3-4 ഡ്രസ്സാണ് ഞാൻ മാറ്റി വെച്ചത്. അവർ ഓക്കെ പറഞ്ഞു. പക്ഷേ ലഗേജ് 2 kg ഓവർ തന്നെ ആയിരുന്നു. പക്ഷെ കൊച്ചിയിൽ നിന്ന് ഓക്കെ പറഞ്ഞതുകൊണ്ടാണല്ലോ നമ്മൾ വരുന്നത്. പുറത്ത് അമ്മയും അച്ഛനും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലഗേജ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒരു കവറും ഞാൻ വെച്ചായിരുന്നു എടുത്തിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ലഗേജ് കൂടിയതിൻ്റെയോ നമ്മൾ ഡ്രസ്സ് മാറ്റി വെച്ചതിൻ്റെയോ ഒന്നുമല്ല. എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു പേഴ്സണിന് റേഡിയേറ്റ് ചെയ്ത ഒരു ചൊറി എനർജി ഉണ്ടല്ലോ, അത്
പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അയാളിങ്ങനെ അങ്ങനെ ചൊറിഞ്ഞു കുത്തിയിരിക്കുന്ന അറിയില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ എന്നെ കസ്റ്റംസ് വിളിപ്പിച്ചു. അത് നല്ല സുഖ പരിപാടിയായിരുന്നു. ഞാൻ നിൽക്കുന്നു, അകമ്പടിയോടുകൂടെ, ചെറിയൊരു അകമ്പടിയോടുകൂടെ ഞാൻ കസ്റ്റംസിൻ്റെ അടുത്ത് പോകുന്നു. കുറച്ച് പെട്ടികൾ നിറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. അതിൽ ഏത് പെട്ടിയാണെന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് ഫുൾ അവരെന്തോ ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഉണ്ടെന്ന് അതിൽ പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു അറിയില്ല അത് വെക്കാൻ പാടില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു അറിഞ്ഞുകൊണ്ട് ഞാൻ വെച്ചിട്ടില്ല, നമുക്ക് തുറന്നു നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അതിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താണ് അവർക്ക് ഫീൽ ചെയ്തതെന്ന് അറിയില്ല. പക്ഷേ അത് നല്ല രസമുള്ളൊരു അനുഭൂതിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് ബോർഡിങ് തുടങ്ങി, ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അവിടുന്ന് ഓടി ഗേറ്റിലോട്ട്, അങ്ങനെ ഫ്ലൈറ്റ് കയറി ഇരുന്നു. തിരിച്ചിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വെട്ടി പൊട്ടി. അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു. എന്താണ് വിഷ്ണു പറയുന്നത്? അങ്ങനെ വയ്യാതെ തിരിച്ചൊന്ന് വീട്ടിലെത്തി. കാര്യമായിട്ട് അങ്ങോട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം ഉണ്ടല്ലോ, ഞാനിരുന്ന സീറ്റിന് തൊട്ടപ്പുറത്തുണ്ടായിരുന്നത് ഒരു ഗേ കപ്പിളായിരുന്നു. അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗേ കപ്പിളായിരുന്നു കേട്ടോ. ഒരു ഫുൾ ഡീറ്റെയിൽസ് ഇപ്പം ഞാൻ പറയേണ്ടത് അവരുടെ കാര്യമല്ല. അപ്പോൾ എനിക്ക് അവരുടെ സ്റ്റോറിയൊക്കെ കേട്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പം ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാനും എൻ്റെ അടുത്തിരുന്ന ആളും കൂടെ പല കാര്യങ്ങളും സംസാരിച്ച് ഞാൻ പിന്നെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സമയം 6:30. അതുവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. 6:30 ഉറങ്ങി. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ എണീക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഉറപ്പ് ശരിയായിട്ടില്ല. എൻ്റെ കൈ ഇപ്പോൾ നല്ല പെനിക്കിട്ട് 4 മിനിറ്റായി ഇങ്ങനെ പിടിക്കണം, അത്രയൊക്കെ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിലെത്തിയിട്ട് നമുക്കിനി കാണാം. വീടൊക്കെ ഉറപ്പിക്കാണോ വെച്ചിക്കണം? നമ്മൾ നേരെ പോകുന്നത് ആദ്യം വീട്ടിലേക്കല്ല കേട്ടോ, T-Mobile ഒന്ന് പോകണം. T-Mobile എൻ്റെ സിം ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. നേരത്തെ പറഞ്ഞില്ലേ, സിം നാട്ടിൽ നിന്ന് എടുക്കാൻ പറ്റായികയും കാണാൻ പറ്റാത്തയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം പോയിട്ട് സിം ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നുള്ളൂ. വീട്ടിൽ കയറി പിന്നെ ഒന്നും ഇറങ്ങലുണ്ടാവില്ല, ഭയങ്കര ടയർഡായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ നാളെയും മറ്റന്നാളും ഒക്കെ ആവും കൊടുക്കാൻ. അപ്പോൾ എത്ര ലേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ സിം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് കിട്ടും തോന്നണു അല്ലേ? ഇവിടെ എന്തായാലും ഇറ്റ് മീ ടേക്ക് 1 or 2 weeks എന്ന് പറയാം. എനിക്കറിയാൻ പാടില്ലതുകൊണ്ട് എത്ര സമയം എടുക്കും എന്നുള്ളത്. പോയൊക്കെ എത്തിയെന്നുള്ള വിശേഷം കഥകളും ഒക്കെ അച്ഛനമ്മമാരെയൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എങ്ങനെയായിരുന്നു എൻ്റെ സംഭവ ബഹുലമായ ഈ യാത്ര എന്നുള്ളത്. വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. ഒരു മനുഷ്യൻ്റെ ഇവിടെ എനിക്കിഷ്ടപ്പെട്ടു. കുറേ കാലത്തിന് ശേഷം വേറൊരു ഫീലിംഗ്. വന്ന ഉടനെ നേരെ വീട്ടിലേക്ക് വരാതെ സെൻറ്ററത്തേക്കാണ് വന്ന്. അപ്പോൾ T-Mobile അല്ല കേട്ടോ, ഇപ്പോൾ അവർ പേര് മാറ്റിയിരിക്കുന്നു, ഒഡിഡോ. അപ്പം അങ്ങോട്ടാണ് നേരെ വന്നിരിക്കണേ. ഇന്ന് സൺഡേ ആണ്, ഷോപ്സ് എല്ലാം തുറക്കാൻ 12 മണിയാവും. എല്ലാ ഷോപ്പും തുറക്കണമെന്നില്ല, അതാണ് ആരും ഇല്ലാത്തത്. അപ്പോൾ T-Mobile ഇല്ലന്ന് അതൊക്കെ ഇപ്പോഴാണ് ഓർമ്മ കിട്ടിയത്. കണ്ടോളൂ, ഇതാണ് ഒഡിഡോ. നല്ല ഐശ്വര്യം. T-Mobile ഒന്നുമില്ല. അപ്പോൾ 12 മണിക്ക് തുറക്കുന്നുണ്ടായിരിക്കും അവർ. പൊതുവേ സൺഡേ കുറച്ച് ലേറ്റ് ആയിട്ട് തുറക്കും, നേരത്തെ അടയ്ക്കും. 5 മണിയൊക്കെ ആകുമ്പോൾ അടയ്ക്കും ചെയ്യും. ഇത്ര വിവരം എനിക്കുണ്ടായിരുന്നെങ്കിൽ വരാതിരുന്നൂടെ എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ശരിയാണ്, ഓർത്തില്ല. ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ടും ചിന്തിച്ചിട്ടും ചെയ്യാൻ വേണ്ടി പോകണം, എഴുതി വെച്ചിട്ട്. എൻ്റെ ബ്രെയിൻ അത് മറന്നിക്കണ തോന്നണം എനിക്ക്, അല്ലേ? കണ്ടൊക്കെ ഇറങ്ങണം. എനിക്ക് ക്രോസൻ്റ് വേണമെന്നൊക്കെ വേണം, എടുക്കുക അങ്ങോട്ട്. എനിക്ക് ചോക്ലേറ്റ് മതി. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഡയറ്റ് തുടങ്ങാനുള്ളതാണ്. ട്യൂസ്ഡേ തൊട്ട് എനിക്ക് ഭയങ്കര ഒരു ഹൈപ്പർ ആയതുപോലെ ഉണ്ടോ എന്നെ കണ്ടിട്ട്? അതെന്താ എനിക്ക് അങ്ങനെ പറ്റിയിരിക്കണ, ഒരു ഹൈപ്പർ ആയതുപോലെ. ഒന്ന് കൺട്രോൾ ചെയ്യട്ടെ. കൺട്രോൾ ചെയ്യാം. കുറച്ച് ചാട്ടം കൂടിയിരിക്കണം. അങ്ങനെ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മളിതേ വീട്ടിൽ പോവാണ് കേട്ടോ. കുറച്ച് കാലത്തിന് ശേഷം വീട്ടിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളത്. ഉച്ചയ്ക്ക് എന്താ വിഷ്ണു കഴിക്കാൻ? സനീൻ്റെ അടുത്ത് അമ്മ ചോറ് തരും. സനീൻ്റെ അടുത്ത് പോയാൽ അമ്മ ചോറ് തരും. അങ്ങനെ ഓപ്ഷനാണ്. പോവാം. അങ്ങനെ ഏകദേശം 5 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരു താക്കോലൊക്കെ എടുത്തിട്ട് അവർക്ക് ഞങ്ങളുടെ ക്യാരറ്റാ ചേച്ചി. വിക്രം വന്നായിരുന്നോ? എനിക്ക് പുതിയതായിട്ട് വീട്ടിലേക്കൊക്കെ വന്ന പോലെ തോന്നുക. കൊച്ചു മിടുക്കൻ. വൃത്തിക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഒരു വൃത്തിയൊക്കെ ഉണ്ട്. ഒരു പൂട്ടി കിടന്ന വീടിൻ്റെ മണം. ഗാർഡൻ അത്ര ഉണ്ട്, പോരാ. വെറുതെ പറഞ്ഞാട്ടോ, ഇന്നലെ അവര് ഫുള്ള് ഗാർഡൻ ക്ലീനിങ്. അന്ന് അച്ഛൻ വന്നപ്പോഴാണ് കണ്ടത്. അന്ന് ഫുള്ള്
അന്നല്ല, ഇന്നലെ ഫുൾ ഗാർഡൻ ക്ലീനിങ് ആയിരുന്നു. നമ്മുടെ പോണ്ടൊക്കെ കണ്ടോ, അവര് ഒരച്ച് കഴുകി അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. വെള്ളം കുറച്ച് വെച്ചതാണ്, കാരണം മുകളിലോട്ട് വെച്ചാൽ ഇപ്പൊ നല്ല ക്ലിയർ അല്ലേ വെള്ളം. ഇതിന്റെ അടിയൊക്കെ നീ കണ്ടിട്ടുണ്ടോ ഇതുവരെ? ഇപ്പൊ കണ്ടു. അപ്പൊ മീനിനെ പക്ഷി കൊത്തി കൊണ്ടുപോകണ്ടെന്ന് വെച്ച് നമുക്ക് നമ്മുടെ മുന്തിരി മുന്തിരിയൊക്കെ പറക്കായിരുന്നില്ലേ ഫ്രിഡ്ജിലോ? ആർക്കെങ്കിലും കൊടുക്കായിരുന്നില്ലേ? ബാക്കിയും കൂടെ പറിച്ചിട്ട് വേണമെങ്കിൽ വൈകിട്ട് നോക്കായിരുന്നു മുന്തിരി. ആ കൊള്ളാം, നന്നായിട്ടുണ്ട്, തെറ്റ് പറയാനില്ല. ഇനി മോള് വിഷ്ണു തിരക്ക് പിടിച്ച് വന്ന ഉടനെ മീനും ബീഫും മട്ടണും ഒക്കെ എടുക്കാനുള്ള തിരക്കിലാണ്. ആ സൈഡിലല്ല, സൈഡിലാണ് നമ്മൾ മീനൊക്കെ വെച്ചിട്ടുള്ള കേട്ടോ. അതിന് താഴെ ഒരു കവറുണ്ടായിരിക്കും. ഇത് നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണങ്ങളാണ്. മീനുണ്ട്, ബീഫുണ്ട്, മട്ടണുണ്ട്, പൊറോട്ടയുണ്ട് വിഷ്ണുവിന് വേണ്ടിയിട്ട്. ഇതൊരു സന്തോഷമില്ലാത്ത. പാക്ക് ചെയ്യുന്നത് പോലെ തന്നെ നല്ല കഷ്ടപ്പാടുള്ള പരിപാടിയായിരുന്നു ഇത് തുറക്കാൻ വേണ്ടിയിട്ടും. പിന്നെ നമുക്കിതൊട്ടും വെയിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ, കാരണം നമുക്ക് ഫുഡൊന്നും കേട് വന്നിട്ടില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു പരീക്ഷണം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കണം. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന ഫുഡെല്ലാം ഒന്ന് എടുത്ത് എല്ലാം ഒന്ന് കഴിച്ചു നോക്കി കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ കയറ്റി ഫ്രീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ അടുത്ത് ഇത് ചെയ്ത ഫ്രണ്ട്സ് പറഞ്ഞത് ഓൾമോസ്റ്റ് ഒരു 3 to 4 weeks ഒക്കെ നമ്മൾ ഈ കൊണ്ടുവന്ന ഫുഡ് നല്ല പ്രോപ്പർ ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീസറിൽ ഇരിക്കും എന്നുള്ളതാണ്. അതെന്തായാലും എനിക്ക് നല്ലൊരു നോളജ് ആയിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും എടുത്ത് പ്രോപ്പറായി വൃത്തിയാക്കി ഫ്രീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ എന്നെ കാണാൻ ചെറിയൊരു സോംബി ലുക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ തന്നെ ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സംസാരത്തിൽ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലോണം ഒന്ന് കിറുങ്ങിയതുപോലെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഞാൻ അത്ര ടയർഡായിരുന്നു എന്നുള്ളത്. ഒന്നാമത് യാത്രയിലെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, രണ്ടാമത് ഉറക്കം അത്ര ശരിയായിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരാകെ മൊത്തം ക്ഷീണം നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം വിഷ്ണു ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. വിഷ്ണുവിന് ഈ ഫുഡ് കേട് വന്നിട്ടുണ്ടോ, അതിലെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വിഷ്ണു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ളത്. നമ്മുടെ ഈ ഒരു എക്സ്പീരിമെൻറ്റ് സക്സസ്ഫുൾ ആയിരുന്നു കേട്ടോ, കാരണം ഒരു ഫുഡും കേട് വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കൊടുന്ന എല്ലാ ഫുഡും ഇതിൽ വെച്ചു കേട്ടോ. ഇത് മീനാണ്, പിന്നെ ഇത് ഞാൻ ബീഫൊക്കെ വേറെ വേറെ പാത്രത്തിലാക്കി വെച്ചു, പിന്നെ ഇത് മട്ടണാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 weeks വരെയൊക്കെ നമുക്കെടുത്ത് ഉപയോഗിക്കാനുള്ള ഒരവസ്ഥയിലോട്ടാകും. തൽക്കാലം നമുക്കിത് ഫ്രീസറിൽ കയറ്റാം. ഇപ്പോൾ ഉപയോഗിക്കാനുള്ളത് കുറച്ച് നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റേ എന്ത് ബാഗാണ്, ഹോട്ട് ആൻഡ് കോൾഡ് ബാഗിൽ കൊടുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തണുത്തന്നെ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞപ്പോഴായിരുന്നു ഫ്രിഡ്ജിൻ്റെ അകത്തെ അവസ്ഥ കുറച്ചൊരു പരിതാപകരമാണെന്ന് എനിക്ക് മനസ്സിലായത്. കാര്യമായിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ചെറുതായിട്ട്. എനിക്കാണെങ്കിൽ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അപ്പം അങ്ങോട്ട് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തിനാണ് ഞാനത് ചെയ്തത് എനിക്കറിയില്ല. വിഷ്ണു എൻ്റെ അടുത്ത് പറയായിരുന്നു ചെറിയൊരു പ്രാന്തൻ ആക്ടിവിറ്റീസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, പോയി റെസ്റ്റ് എടുക്കാനും ഒന്ന് പോയി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാനും ഒക്കെ. പക്ഷേ എനിക്ക് കുറച്ചൊന്ന് കണ്ട കാര്യങ്ങളൊന്ന് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ കാര്യം നമുക്കൊന്ന് ചെയ്യാം. ഇപ്പോൾ പെട്ടിയെല്ലാം തുറക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അച്ഛൻ പറഞ്ഞു മറ്റേ അച്ചാറും അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇതുണ്ടല്ലോ ഒരാളുടെ പാക്കിംഗ് സ്കില്ല് പറയാതിരിക്കാൻ പറ്റിയൊരു കാര്യമില്ല. ചില്ലറ പാക്കിംഗ് ഒന്നുമല്ല ഇത്. എന്താ പറയുക, പെട്ടി പൊട്ടിയില്ലെങ്കിൽ പുറത്ത് ബോംബ് കിട്ടിയാലും അകത്തൊരു മാറ്റം വരില്ല എന്നുള്ള രീതിയിലുള്ള പാക്കിംഗ്. ഞാൻ എല്ലാ സാധനവും വാങ്ങിക്കാന്നല്ലാതെ അതിന്റെ പാക്കിങ്ങിക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല കേട്ടോ. പക്ഷെ അല്ലേ, നോക്കി നോക്ക്, അനങ്ങാത്ത രീതിയിൽ എല്ലാ കോർണറും അങ്ങനെ 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 വെച്ച് പാക്കിംഗ് എന്നൊരു കലാരൂപത്തെ ഞാൻ പരിചയപ്പെടുകയും കൂടുതൽ എടുത്തറിയാനും പറ്റിയ ഒരു അവസരമായിരുന്നു. നല്ലോണം ചീത്തയും കേട്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് പാക്കിംഗ് മാത്രമല്ല, പാക്കിങ്ങിന്റെ ഒപ്പം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ചീത്ത. അത് കേൾക്കെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ പാക്ക് ചെയ്ത് കിട്ടുള്ളൂ. ഒരു കോർണറിന്നും ഒരു സാധനം എടുത്താലാണ് വേറെ സാധനം അനങ്ങുള്ളൂ. ആ രീതിയിലാണ് ഫുള്ളി ക്ലോസ് ചെയ്ത് വെച്ച് പാക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ കൊടുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ കിച്ചണിൻ്റെ സ്ലാബിൻ്റെ മുകളിൽ അങ്ങോട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ അമ്മേ, ഞാൻ രാവിലെ വന്നിട്ട് ക്ലീനിങ് പരിപാടിയും ഈ ഒരു സംഗതിയൊക്കെ ആയിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ബ്രഷിങ് വരെ ഇനി ബാക്കിയാണ്. ഞാൻ ഒരു ഗമ്മ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ തൽക്കാലം ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ.
നമുക്കൊന്ന് കുളിച്ച് ഫ്രഷായി ലഞ്ച് കഴിച്ചതിന് ശേഷം നമുക്കിതൊക്കെ ഒതുക്കലിലോട്ട് കിടക്കാം. പക്ഷേ മൊബൈലിൽ പോകേണ്ടത് സ്റ്റിൽ ബാക്കിയുണ്ട്. പിന്നെ അമ്മു ചേച്ചിയും സെഞ്ചേട്ടനെയൊക്കെ ഒന്ന് കാണണം. അതാണ് പരിപാടി. ഇവിടെ ഫുൾ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. വിഷ്ണുവിന് ഞാൻ വാങ്ങിച്ചു കൊടുന്ന ടീഷർട്ട്സൊക്കെയാണ് ഇതെല്ലാം. ഇഷ്ടപ്പെട്ടോ വിഷ്ണു? എന്നാ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? രോഹിത് വാങ്ങിച്ചത് ടീഷർട്ടൊന്ന് കാണിക്കുക. നമ്മുടെ എല്ലാ ഐറ്റംസും ഇവിടെ നിലത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വരണം. എണീക്കൂ. ഈ വീഡിയോ ഒരിക്കലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനായിരുന്നില്ല കേട്ടോ എൻ്റെ പ്ലാൻ. ഇത് കണ്ടിന്യൂ ചെയ്യണം തന്നെയായിരുന്നു. പക്ഷെ ഞാനൊന്ന് കുളിച്ചു, ഭക്ഷണം കഴിച്ചു, അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. ബോധം പോയതുപോലെ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ടയർഡായിരുന്നു. ഇനി നമുക്ക് കാര്യങ്ങളിലോട്ടൊക്കെ ഒന്ന് മെല്ലെ തിരിച്ചു കയറണ്ടേ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.